മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ച ബെവ്കോ നടപടിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. ബെവ്കോ വാർത്താക്കുറിപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ചു. സർക്കാർ മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് ഹർജിയിലെ വാദം. അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മുസ്തഫ, സർക്കാരിന്റെ ഈ നടപടി വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് ഈ ഒരു ഹർജിയും ഉണ്ടാകുന്നത്. ഈ ഹർജിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. നൗഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മദ്യത്തിന്റെ പേരും ലോഗോയും ക്ഷണിച്ചുകൊണ്ട് ബെവ്കോയും അതോടൊപ്പം തന്നെ മലബാർ ഡിസ്റ്റിലറീസും ഇറക്കിയ പത്രപരസ്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി വന്നിരിക്കുന്നത്. കോട്ടയത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അബ്കാരി ആക്ടിന്റെ 55H എന്ന് പറയുന്ന ഒരു ക്ലോസ് അതിന്റെ ലംഘനമുണ്ടെന്ന് കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ചോദ്യം ചെയ്തത് മദ്യ ഉപഭോഗത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അനുവദിക്കുന്നില്ല ഈ അബ്കാരി ആക്ടിൽ 55H എന്ന് പറയുന്ന വകുപ്പ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ കർശനമായ നടപടികൾ ശുപാർശ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ പരസ്യം പിൻവലിക്കുന്നതും അത് റദ്ദാക്കുകയും ഒക്കെ വേണം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് 10,000 രൂപ ഈ ലോഗോ ക്ഷണിക്കുന്നവർ, പേര് ക്ഷണിക്കുന്ന ആളുകൾക്കൊക്കെ സമ്മാനം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. അത് പിൻവലിക്കണമെന്നാണ് ഈ ഹർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്നു. എന്തായാലും ഇനി 20-ാം തീയതി ഈ വിഷയത്തിൽ സിറ്റിംഗ് ഉണ്ട്. ആ സിറ്റിംഗിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ വിഷയത്തിൽ അന്തിമമായി ഒരു വാദം കേൾക്കുക. ചിന്തു കുര്യൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിനെതിരെ നിലകൊള്ളേണ്ട സർക്കാർ തന്നെ ഈ വിഷയത്തിൽ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്ലെയിം. രണ്ടാമതൊരു കാര്യം പറയുന്നത് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ മദ്യോപഭോഗം, ലഹരി ഉപഭോഗം അത് പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ തന്നെ ഒരു പരസ്യം നൽകിയിരിക്കുന്നു. ആ പരസ്യം പിൻവലിക്കണം. ഈ 2 ആവശ്യങ്ങളും കോടതി ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നൊരു കാര്യം കൂടി കോടതി അംഗീകരിക്കുന്നുണ്ട്. നൗഫൽ. യെസ്, അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.